ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങൾക്കിന്ന് നാടൻ സ്റ്റൈൽ വെജിറ്റബിൾ കുറുമ റെഡിയാക്കിയാലോ? എങ്ങനെയാണ് അതിൻ്റെ റെസിപ്പി എന്ന് നോക്കിയിട്ട് വരാം. ചപ്പാത്തിക്കും പൂരിക്കൊക്കെ അടിപൊളിയായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഞാനിന്ന് കുക്കറിലാണ് ഇത് റെഡിയാക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ഏലക്ക, 2 ഗ്രാമ്പു, 1 കഷ്ണം പട്ട ഇതൊക്കെ ഇട്ട് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് 1 സവാള അരിഞ്ഞത് ആഡ് ചെയ്യുക. സവാള നന്നായി വഴണ്ടതിന് ശേഷമാണ് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പാടുള്ളൂ. നന്നായിട്ട് സവാള വഴറ്റിയെടുക്കണം. ഇതിലേക്കൊരു 4 പച്ചമുളക്, അത് ഞങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കുകയും ചെയ്യാം. 4 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതും ആഡ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ളൊരു ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അത് വഴണ്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഞാൻ ചെറുതായിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് തക്കാളി വഴന്ന് വന്നോളും. തക്കാളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് രണ്ടും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. 1 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, കുറച്ച് കോളിഫ്ലവർ, പിന്നെ ഒരു 6-7 ബീൻസ്, ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി ക്യൂബ്സാക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഇതൊക്കെ നന്നായി കഴുകി വെച്ചതാണ്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് 1 വിസിലിന് ഇത് വേവിച്ചെടുക്കാം. ഒരൊറ്റ വിസിൽ മാത്രമേ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ നന്നായിട്ട് വെന്ത് പോകും. പിന്നെ 1/2 കപ്പ് മാത്രമേ വെള്ളം ആഡ് ചെയ്യുള്ളൂ. ഞാൻ 1 കപ്പ് ആഡ് ചെയ്തതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതലായിരുന്നു. ഞാനത് വറ്റിച്ചിട്ടാണ് പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. കുരുമുളകൊക്കെ ഞങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കുകയും ചെയ്യാം. അതുപോലെ ഗരം മസാലയൊക്കെ ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും ചേർക്കാവുന്നതാണ്. ഞാനിതാ കുതിർത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു 10-15 എടുക്കാവുന്നതാണ്. പിന്നെ 1 തേങ്ങയുടെ പാല്, നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ നമുക്ക് റെഡിയാക്കണം. അങ്ങനെ തേങ്ങാപ്പാൽ റെഡിയാക്കിയിട്ടുണ്ട്. അതും മിക്സിയിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ സമയത്ത് മല്ലിച്ചപ്പും ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഈ ഒരു ടൈമിൽ ഫ്ലെയിം ലോ ആക്കി വെക്കണം. തിളച്ച് വരാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടായിട്ട് തിള വരുമ്പോൾ ഓഫ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നല്ല തിക്കായിട്ട് വരും. പിന്നെ ഈ ഒരു ടൈമിൽ ഉപ്പ്, കുരുമുളക് ഇതൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ നല്ല നാടൻ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും പൂരിക്കും നമുക്ക് എല്ലാ ഡിഷസിനും, അപ്പം, നൂൽപുട്ട്, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസിനും ഈ ഒരു കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അന്നെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.